തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എക്കാലത്തും ശക്തമായ പോരാട്ടങ്ങൾക്കും അട്ടിമറികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ഡലമാണ് നേമം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊള്ളുന്ന മീനച്ചൂടിനൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയ താപനിലയും ഇപ്പോൾ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോരാട്ട ഭൂമിയായി നേമം മാറിയതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. വിജയപ്രതീക്ഷയോടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ BJPയെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന ഉറച്ച വാശിയിൽ സിറ്റിംഗ് MLA ആയ മന്ത്രി വി ശിവൻകുട്ടി മറുവശത്തും അണിനിരക്കുമ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ യുവരക്തം KS ശബരിനാഥൻ കൂടി എത്തുന്നതോടെ നേമം ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ത്രികോണ പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ പ്രചാരണ പൂരത്തിന്റെ ബഹളമാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു BJP പ്രതിനിധിയെ നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലമാണ് നേമം. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പോരാട്ടത്തിന്റെ വീറും വാശിയും വർദ്ധിക്കുന്നു. 2016 മുതിർന്ന നേതാവ് O രാജഗോപാലിലൂടെ BJPയുടെ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡല ചരിത്രത്തെ BJPക്ക് മുൻപും ശേഷവും എന്ന് രണ്ടായി തിരിക്കേണ്ടിയിരിക്കുന്നു. അന്ന് 67,813 വോട്ടുകൾ നേടി 8,671 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് താമര പിരിഞ്ഞത്. BJPയുടെ സംഘടനാ അടിത്തറയുടെയും രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും ഫലമായിരുന്നു ആ വിജയം. എന്നാൽ 2021 3,949 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിന് BJPയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വി ശിവൻകുട്ടി മണ്ഡലം ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പിടിച്ചു. അന്ന് നേമത്തെ BJP അക്കൗണ്ട് പൂട്ടിച്ചു എന്ന ക്രെഡിറ്റ് ശിവൻകുട്ടിക്ക് വലിയ രാഷ്ട്രീയ മുൻതൂക്കം നൽകി. ഇക്കുറി ഈ ചെറിയ ഭൂരിപക്ഷം നിലനിർത്തുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ സെഗ്മെന്റിൽ മാത്രം 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖർ നേടിയ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വി ശിവൻകുട്ടിക്ക് വലിയ സ്വീകാര്യതയുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല. പരീക്ഷാ ഫലങ്ങൾ കൃത്യസമയത്ത് പ്രഖ്യാപിക്കുന്നതിലും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം കാണിച്ച കാര്യക്ഷമത രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ എന്ന പ്രതിച്ഛായ കുടുംബങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് അനുകൂലമായ വികാരം സൃഷ്ടിക്കുന്നുണ്ട്. നേമത്തെ റോഡുകളുടെ നവീകരണത്തിനായി കഴിഞ്ഞ വർഷം മാത്രം 10 കോടിയോളം രൂപയുടെ ഭരണാനുമതി നേടിയതും കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിന്റെ വികസനവും തന്റെ പ്രോഗ്രസ് കാർഡായി അദ്ദേഹം ഉയർത്തിക്കാട്ടും. എന്നാൽ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരവും നേമം സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളും വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുമുണ്ട്. നിക്ഷേപകരുടെ സംഗമം വിളിച്ചു ചേർക്കാനും ഫണ്ട് അനുവദിക്കാനും മന്ത്രി നടത്തുന്ന നീക്കങ്ങൾ ഈ അതൃപ്തി എത്രത്തോളം കുറയ്ക്കുമെന്ന് കണ്ടറിയണം. BJPയെ തടയാൻ ആഗ്രഹിക്കുന്ന മതേതര വോട്ടുകൾ തനിക്ക് മുന്നിൽ അണിനിരക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിവൻകുട്ടി. BJP പാളയത്തിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങുന്നത് വലിയ ആവേശമാണ് പ്രവർത്തകർക്ക് നൽകുന്നത്. 2015 മാർച്ചിൽ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലുള്ള തന്റെ കാഴ്ചപ്പാടുകളും വികസന രാഷ്ട്രീയവും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ 22 കോർപ്പറേഷൻ വാർഡുകളിൽ 17ലും വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നത് അവരുടെ ശക്തിയുടെ അടയാളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയ 61,000-ലേറെ വോട്ടുകൾ മറ്റ് 2 മുന്നണികളെയും ഞെട്ടിച്ചിരുന്നു. വികസനം മുൻനിർത്തി BJP പ്രചരണം നടത്തുമ്പോൾ ജാതി സംഘടനകൾക്കിടയിലുള്ള സ്വാധീനവും 60,000-ഓളം വരുന്ന നായർ സമുദായ വോട്ടുകളും വിജയത്തിൽ നിർണായകമാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. മണ്ഡലത്തിലെ 1.70 ലക്ഷം വോട്ടർമാരിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകളും വിധി നിർണയിക്കുന്നതിൽ പങ്കുവഹിക്കും. ഇനി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾ വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ തവണ K മുരളീധരനെ ഇറക്കിയിട്ടും 36,524 വോട്ടുകൾ മാത്രം നേടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട UDF ഇത്തവണ KS ശബരിനാഥിലൂടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. യുവജനതയുടെ പ്രിയപ്പെട്ട നേതാവ് എന്ന നിലയിൽ ശബരിനാഥിന് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തടയാൻ കഴിഞ്ഞാൽ അത് മത്സര ഫലത്തെ അടിമുടി മാറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ UDF വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഒഴുകിയതാണ് ശിവൻകുട്ടിയുടെ വിജയത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥിയുള്ളതിനാൽ അത്തരമൊരു സ്ട്രാറ്റജിക് വോട്ടിംഗ് നടക്കുമോ എന്നത് സംശയമാണ്. നേമം മണ്ഡലത്തിൽ KS ശബരിനാഥിന്റെ വിജയ സാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ UDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് ചോർച്ച നികത്തുക എന്നതാണ്. 2021 ശക്തനായ K മുരളീധരൻ മത്സരിച്ചിട്ടും UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇക്കുറി യുവ നേതാവായ ശബരിനാഥിനെ രംഗത്തിറക്കുന്നതിലൂടെ മണ്ഡലത്തിലെ യുവ വോട്ടർമാരെയും
നിഷ്പക്ഷ വോട്ടർമാരെയും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. അരുവിക്കര മണ്ഡലത്തിലെ മുൻ MLA എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും വികസന കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ആധുനികമായ കാഴ്ചപ്പാടുകളും നഗര സ്വഭാവമുള്ള നേമം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ്. ശബരിനാഥിന്റെ പ്രധാന വിജയ സാധ്യത നിലനിൽക്കുന്നത് മതേതര വോട്ടുകളുടെ ഏകീകരണത്തിലാണ്. കഴിഞ്ഞ തവണ BJPയെ പരാജയപ്പെടുത്താൻ UDF വോട്ടുകൾ വലിയ തോതിൽ ഇടതുപക്ഷത്തേക്ക്, അതായത് V ശിവൻകുട്ടിക്ക് വേണ്ടി മറിഞ്ഞതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. എന്നാൽ ഇത്തവണ UDF ശക്തമായ ഒരു ബദലായി മാറിയാൽ BJPയുടെ ഭരണവിരുദ്ധ വോട്ടുകൾ CPMലേക്ക് മാത്രം പോകാതെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലും മധ്യവർഗ വോട്ടർമാർക്കിടയിലും ശബരിനാഥിനുള്ള സ്വീകാര്യത ഈ വോട്ട് തിരിച്ചുപിടിക്കലിന് സഹായിച്ചേക്കാം. കൂടാതെ 10 വർഷത്തെ ഇടതു ഭരണത്തോടുള്ള അതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറാൻ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിക്കും. എന്നിരുന്നാലും ശബരിനാഥിന് മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വമ്പിച്ച മുന്നേറ്റം, അതായത് 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുക എന്നത് എളുപ്പമല്ല. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മത്സരിക്കുന്നതിനാൽ NDA വോട്ടുകൾ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. മറുവശത്ത് മന്ത്രി V ശിവൻകുട്ടിയുടെ ജനകീയ പ്രതിച്ഛായയും CPMന്റെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനവും നേരിടേണ്ടതുണ്ട്. UDF വോട്ടുകൾ ഇക്കുറി ഒട്ടും ചോരാതെ പെട്ടിയിലാക്കാൻ ശബരിനാഥിന് കഴിഞ്ഞാൽ മാത്രമേ നേമത്ത് ഒരു അട്ടിമറി വിജയം അദ്ദേഹത്തിന് സാധ്യമാകൂ. ചുരുക്കത്തിൽ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വോട്ടുമാറ്റത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കുകയും ഭരണവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്യുക എന്ന കഠിനമായ ദൗത്യമാണ് ശബരിനാഥിന് മുന്നിലുള്ളത്. ഇതിൽ വിജയിച്ചാൽ നേമം വീണ്ടും UDFന്റെ കൈകളിൽ തിരിച്ചെത്തും. CPMും കോൺഗ്രസും BJP വിരുദ്ധ വർഗീയ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വോട്ട് തേടുന്നത്. ചുരുക്കത്തിൽ ലോക്സഭയിലെ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖറും ഭരണ നേട്ടങ്ങളും വ്യക്തിപരമായ സ്വാധീനവും ഉപയോഗിച്ച് മണ്ഡലം കാക്കാൻ V ശിവൻകുട്ടിയും നിർണായകമായ മൂന്നാം ശക്തിയായി KS ശബരിനാഥും പോരാടുമ്പോൾ നേമം ഒരു അഗ്നി പരീക്ഷയായി മാറുകയാണ്. 10 വർഷത്തെ തുടർച്ചയായ ഇടതു ഭരണത്തിന് ശേഷം നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രകടനവും പ്രാദേശിക പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയാകും. BJPയുടെ പടയൊരുക്കത്തെ പ്രതിരോധിക്കാൻ ശിവൻകുട്ടിക്ക് കഴിയുമോ, അതോ രാജീവ് ചന്ദ്രശേഖറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് വെറുമൊരു മണ്ഡലത്തിലെ പോരാട്ടമല്ല, മറിച്ച് വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന വലിയൊരു യുദ്ധമാണ്. മണ്ഡല മനസ്സ് ആർക്കൊപ്പമാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പൊതുവായ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.